ഇനി മുംബൈയുടെ അടുത്ത മാച്ച് അത് ഏപ്രിൽ 7 ഡൽഹിയുമായിട്ടാണ്. ഇതുവരെ കളിച്ച 3 മാച്ചിലും മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. ഇപ്പോഴിതാ മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ സൂപ്പർ താരം സൂര്യകുമാർ മടങ്ങി വന്നിരിക്കുകയാണ്. അടുത്ത ഡൽഹിയുമായിട്ടുള്ള മാച്ചിൽ സൂര്യകുമാർ കളിച്ചേക്കും. അതുപോലെ മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലും മാറ്റം വരുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഡൽഹി മുംബൈ മാച്ചിൻ്റെ പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾറെഡി 3 കളി മുംബൈ തോറ്റിരിക്കുകയാണ്. ഇനിയും തോറ്റാൽ മുംബൈക്ക് പിന്നെ പ്ലേ ഓഫിലെത്തുക ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് ഇനി അടുത്ത മാച്ചിൽ ജയിച്ചേ മതിയാവൂ. ഇതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതിലെ പ്രധാന മാറ്റമെന്ന് പറയുന്നത് സൂര്യകുമാറാണ്. സൂര്യ ബാറ്റിങ്ങിലേക്ക് എത്തിയാൽ അത് മുംബൈക്ക് കരുത്ത് പകരും. ഡൽഹി മാച്ച് ആകുമ്പോഴേക്കും സൂര്യ ഫിറ്റ് ആവുമെന്നാണ് റിപ്പോർട്ട്. ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി മാറുമെന്നാണ്. പെർമനൻ്റായ ഒരു മാറ്റമായിരിക്കില്ല വരാൻ പോകുന്നത്. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ പാണ്ഡ്യ റെസ്റ്റ് എടുക്കും. രോഹിത് ശർമ്മ ടീമിനെ നയിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ടീമിൻ്റെ സന്തുലിതാവസ്ഥ മാനേജ്മെൻറ്റ് പരിശോധിക്കും. ആ കളി മുംബൈ ജയിച്ചാൽ പിന്നെ അങ്ങോട്ട് രോഹിത് ശർമ്മയായിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻ. പക്ഷേ ഡൽഹി മികച്ചൊരു ടീമാണ്. ഋഷഭ് പന്ത് നല്ല രീതിയിലാണ് ഡൽഹിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മത്സരം വളരെ ഈസി ആയിരിക്കില്ല മുംബൈക്ക്. CSK ടീമിനെ മലർത്തിയടിച്ച ടീമാണ് ഡൽഹി. ഇനി ഡൽഹിക്കെതിരെയുള്ള മുംബൈയുടെ പ്ലേയിങ്ങിൽ നോക്കാം. ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, ജെറാൾഡ് കോട്ടസി, പീയൂഷ് ചൗള, ആകാശ് മധുവാൾ, ജസ്പ്രീത് ബുംറ, ഖ്വേന മഫഗ. ഇതാണ് മുംബൈയുടെ പ്ലേയിങ് 11. പാണ്ഡ്യ കളിച്ചില്ലെങ്കിൽ ആ സ്ഥാനത്ത് ആരായിരിക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. 3 കളി അടുപ്പിച്ച് തോറ്റതുകൊണ്ട് അടുത്ത മാച്ചിൽ പാണ്ഡ്യ റെസ്റ്റ് എടുക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് ജയിച്ചേക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.